ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സാറ്റ് വീഡിയോ ഞാൻ ഇക്വിറ്റി മെയിൻ ചാനലിലാണ് പബ്ലിഷ് ചെയ്യുന്ന കാര്യം വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ന്യൂസ് അറിയിക്കാനുണ്ട്. ഡോളർ ഇൻഡെക്സിൽ ഇന്ന് ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. US ഡോളർ ഇൻഡെക്സ് ബ്രേക്ക്ഔട്ട് ആവുമെന്ന് വെച്ചാൽ ഇക്വിറ്റീസിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ന്യൂസ് ആണ് ഡോളർ ഇൻഡെക്സിൽ ബ്രേക്ക്ഔട്ട് വരുക എന്ന് പറയുന്നത്. ഡോളർ താഴെ വന്ന ഈ ലെവലൊക്കെ കംപ്ലീറ്റ് നിങ്ങൾ നോക്കൂ. ഇവിടൊക്കെ ഇക്വിറ്റീസ് ഷൈൻ ചെയ്ത ലെവലാണ് അല്ലേ. ഇക്വിറ്റി ഭയങ്കരമായിട്ട് കുതിച്ചേറിയ ലെവലാണ് ഈ ലെവലൊക്കെ. അതിനുശേഷം ഡോളർ കയറാൻ തുടങ്ങി, ഇക്വിറ്റീസ് പ്രഷറിലേക്ക് വന്നു. ഫസ്റ്റ് ബ്രേക്ക്ഔട്ട് എന്നത് ഈ ലെവലിലാണ്, സെക്കൻഡ് ബ്രേക്ക്ഔട്ടിലേക്ക് ഇത് കടക്കുന്നു. ഇത് ക്യാൻഡിൽ വളരെ സ്ട്രോങ് ക്യാൻഡിലാണ്. സോഫാർ ക്യാൻഡിൽ ഇന്ന് US മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ക്യാൻഡിലിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അറ്റ് പ്രസന്റ് ലെവലിൽ ഡോളർ ഇൻഡെക്സിൽ ബ്രേക്ക്ഔട്ട് വന്നു എന്ന് പറയാൻ സാധിക്കും. എങ്ങനെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുള്ളത് ബൈ ഏർലി മോർണിംഗ് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇക്വിറ്റീസ് അക്രോസ് ഗ്ലോബ് പ്രഷറിലാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് ഞാൻ എടുത്തു പറയുന്നു. ഓൾറെഡി നമുക്ക് SPXും ദാറ്റ് മീൻസ് S&P 500ഉം ഓൾറെഡി നാസ്ഡാക്കും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഡൗ ജോൺസും ഒക്കെ ഹൈ പ്രഷറിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ആ ചാർട്ട്സ് ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഡൗ ജോൺസിന്റെ ചാർട്ടാണ്. അറ്റ് കറന്റ് സ്റ്റേറ്റിലെ ഡൗ ജോൺസ് എന്ന് പറയുന്നത് സംതിങ് അറൌണ്ട് 366 പോയിന്റ്സ് താഴെയാണ് ഈ ക്യാൻഡിൽ സോഫാർ. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലിന്റെ സ്റ്റൈലാണ് പോകുന്നത്. മാർക്കറ്റ് ക്ലോസിംഗിൽ കറക്റ്റ് ക്യാൻഡിലിനെ കുറിച്ച് നമുക്ക് അനാലിസിസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ട് കറന്റ് സ്റ്റേറ്റ് തോന്നുന്നു. നമുക്ക് S&P 500ഉം നാസ്ഡാക്കും കൂടെ നോക്കാം. നാസ്ഡാക്കിന്റെ ചാർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. നോക്കൂ, ഇത് സമത്തിലേക്ക് ഒരു എന്താ പറയണ്ടേ, നേരെ ടോപ്പിൽ എത്തിയതിനു ശേഷം ഗ്രീൻ ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു, പിന്നെ ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സമത്തിലേക്ക് ഈവനിങ് സ്റ്റാർ എന്ന് പറയുന്ന പാറ്റേൺ ആണ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ക്യാൻഡിൽ ക്ലോസിംഗിനെ നമുക്ക് കറക്റ്റ് ക്യാൻഡിൽ അനാലിസിസ് പറയാൻ സാധിക്കത്തുള്ളൂ. US 100 നാസ്ഡാക്ക് എന്ന് പറയുന്നത് 303 പോയിന്റ് താഴെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. സോ US ഡോളറിൽ അത് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ ഉള്ള വേൾഡ് മാർക്കറ്റ് ഇക്വിറ്റീസിന്റെ പ്രഷറിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു സിംറ്റം നിങ്ങളോട് പറഞ്ഞാണ്. നാളെ വെളുപ്പിനെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ക്യാൻഡിൽ ക്ലോസിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് അതിന്റെ റിയാക്ഷൻ എന്ന് മാത്രം വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ എടുക്കാൻ സാധിക്കത്തുള്ളൂ. കറന്റ് സ്റ്റേറ്റ് ആണ് നിങ്ങളോട് പറയുന്നത്. സോ നമുക്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. സോ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഞാൻ ഇന്നലെ വരച്ച ലെവലാണിത്. ഞാൻ ലെവലിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ആ ലെവലിൽ നിന്ന് തന്നെ ഇന്ന് സപ്പോർട്ട് എടുത്ത് കയറി. നമുക്ക് അതിന്റെ ഒരു 15 മിനിറ്റ്സ് ചാർട്ടിലേക്ക് മാറാം. ഇതാണ് 15 മിനിറ്റ്സ് ചാർട്ട്. നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിഫ്റ്റിയുടെ വീക്ക്നെസ് ആണ്. പക്ക വീക്ക്നെസ്സിലാണ് നിഫ്റ്റി വർക്ക് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും അതേ ഹൈറ്റിൽ വന്നതിന് ശേഷം ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, അതേ ഹൈയിൽ വീണ്ടും ഹീറ്റ് ചെയ്തു, മൂന്നാഴ്ച ഹീറ്റ് ചെയ്ത് വീണ്ടും ലോയിലേക്ക് വന്നിട്ട് വീണ്ടും എന്താ സംഭവിച്ചത്, ഇവിടെയും വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസിലെടുത്ത് ആ പർട്ടിക്കുലർ നിഫ്റ്റി ഈ ലെവലിൽ റെസിസ്റ്റൻസ് കിടക്കുകയാണ്. സോ ഈ സമയത്താണ് ഡോളർ ഇൻഡെക്സിൽ ബ്രേക്ക്ഔട്ട് വരുന്നത്. സോ വി ഷുഡ് ബി നമ്മൾ വളരെ കെയർഫുൾ ആവുന്നുള്ള, നമ്മൾ ഏത് മാർക്കറ്റിലും നമ്മൾ മാർക്കറ്റ് പ്ലസ് ആണെങ്കിലും മാർക്കറ്റ് മൈനസ് ആണെങ്കിലും കെയർഫുൾ ആവുന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. നമുക്കറിയില്ല മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളത്. ഒരു പക്ഷേ മാർക്കറ്റിനെ വീണ്ടും വലിച്ചു കയറ്റിയിട്ട് സെലോൺ റൈസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറ്റുമെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഞാൻ മുമ്പ് സാപ്പി കൊടുത്ത ലെവൽസ് ആണ് ക്രിട്ടിക്കലി അത് ആ ലെവൽസ് റെസ്പെക്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഓരോ ലെവൽ നോക്കാം, മുമ്പ് വരച്ചിട്ടാണ് ആ ലെവൽസ് കറക്റ്റായിട്ട് ലെവലിനെ വർക്ക് ചെയ്താൽ പോയിരിക്കുന്നത്. തൽക്കാലം നമുക്ക് ആ ലെവൽസ് നമുക്കെല്ലാം മാറ്റി പുതിയ ലെവലിലേക്ക് നമുക്ക് മാറാം. സോ നോക്കൂ, ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇവിടെ സംഭവിക്കുന്നതാണ് അല്ലേ. ടോപ്പിൽ നിന്ന് നോക്കൂ, നേരെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും പറയുന്ന കണക്ക് അവിടെ ഒരു ബ്രേക്ക്ഔട്ട് കൊടുത്തെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. സസ്റ്റെയിൻ ചെയ്യാതെ നേരെ താഴെ പോയി കേട്ടോ. ദാറ്റ് മീൻസ് ബാങ്ക് നിഫ്റ്റിയിലെ വീക്ക്നെസ് രണ്ടും പ്രകടമാണ്. ഫോർ ദി ടൈം ബീയിങ് നമ്മൾ ക്രിട്ടിക്കൽ ലെവൽസ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ലെവൽസ് നിങ്ങൾ തന്നെ വരച്ച് 15 മിനിറ്റ്സ് വരച്ചിട്ട് വേണം നിങ്ങൾ ലെവൽസ് വെച്ച് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ല ബാങ്ക് നിഫ്റ്റി എന്താ പറയുക ഫ്യൂച്ചർ ചെയ്യുന്നവർക്ക് അത് നിങ്ങളുടെ ലെവൽസ് ക്രിട്ടിക്കലായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ആക്ഷൻസ് എടുക്കാനായിട്ട്. സോ നാളത്തെ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് മുൻവിധികളൊന്നുമില്ല. US മാർക്കറ്റ് സോഫാർ അണ്ടർ പ്രഷറാണെന്ന് ഇനിഷ്യൽ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ എങ്ങനെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നുള്ളത് ബൈ അറൌണ്ട് 12:30 1 o'clock അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴാണ് കറക്റ്റ് ക്യാൻഡിൽ അനാലിസിസ്. ഈവൻ ഈ ബ്രേക്ക്ഔട്ട് നമ്മൾ ഇപ്പോൾ കണ്ട ഡോളർ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഫെയിലിയർ ആയാൽ നന്നായി, ഫെയിലിയർ അല്ല ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും അത് ഇൻഡിസീസിന് പ്രഷർ വരുമെന്നുള്ള കാര്യത്തിൽ മുമ്പൊക്കെയുള്ള അനുഭവം വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വി ഷുഡ് റിമെയിൻ കെയർഫുൾ.